ഹലോ, ലൈഫ് ടൈം ജെംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, മുളക് വറുത്ത പുളി. അപ്പോൾ ഇത് നമ്മളവിടുത്തെ ഡിഷല്ല, ഒരു പാലക്കാട്ടുകാരുടെ ഡിഷാണ്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളായിട്ട് ബാച്ചിലേഴ്സ് ആണെങ്കിലും ഒക്കെ അവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാധനം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളി, ഉലുവ, വറ്റൽമുളക്, പുളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. ഈ ഉലുവ ഒന്ന് നന്നായി മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് പാലക്കാടുകാരുടെ ഡിഷാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് വെച്ചാൽ, ഹസ്ബൻഡിൻ്റെ അമ്മ പാലക്കാട്ടുകാരിയാണ്. അപ്പോൾ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഡിഷാണിത് കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത്. അതിന് ഉലുവ ഏകദേശം മൂത്ത് നമുക്ക് മുളക് ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അവിടെ വീട്ടിലിത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ഒരു മമ്പയറിൻ്റെ ഒരു മെഴുക്ക് പുരട്ടി ആയാൽ സൂപ്പറായിരിക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത്. ഇത് ഇന്നുണ്ടാക്കി വെച്ചിട്ട് നാളെ കൂട്ടുന്നതാണ് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുക. ആ ഉള്ളിയൊക്കെ അതിൽ കിടന്ന് ഇങ്ങനെ കുറേ നിൽക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് വേറെയാണ്. ഇപ്പോൾ ഉലുവയൊക്കെ ഏകദേശം മുളകൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമുക്കൊരു സ്വല്പം ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട, കുറച്ച് ഉപ്പ്, ഉള്ളി വാടാൻ മാത്രമുള്ളൊരു ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലക്കാട്ടുകാർക്ക് ഇതൊക്കെ മതി. അവർക്ക് മീനും ഇതൊന്നും കിട്ടില്ലല്ലോ അവിടെ. മീനിൻ്റെ ഇതൊക്കെ കുറവാണ്. അവരധികം പച്ചക്കറി, സാമ്പാർ, ഇത് മുളക് വറുത്ത പുളി അങ്ങനത്തെയൊക്കെ ആണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന ശേഷമാണ് പുളിവെള്ളം ചേർക്കുന്നത്. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ബാക്കി നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ചേർത്തിട്ടുള്ളൂ, ബാക്കി ഉപ്പ് കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ, എന്നാൽ അതിൻ്റെ ആ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. നല്ലൊരു ഡിഷാണ് കേട്ടോ അത്. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർ, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഡിഷല്ലേ ഇത്. ഒരു കോഴിമുട്ട പൊരിച്ചതോ അല്ലെങ്കിൽ ഒരു മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം, ധാരാളം കഴിക്കാം. അപ്പം നമ്മൾ മുളക് വറുത്ത പുളി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആ ബെൽ ബട്ടൺ അമർത്തിയാലേ നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതും ഒന്ന് അമർത്തണം, ഷെയർ ചെയ്യുക. എല്ലാവരും നമ്മളെ സപ്പോർട്ടും ചെയ്യണേ. താങ്ക് യു.